നമസ്കാരം. തൊടിയിലെ ചെടി എന്ന പരിപാടിയിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. ഇന്ന് പരിചയപ്പെടുത്തുന്നത് മണി പ്ലാന്റിനെയാണ്. ഏറേസിയ കുടുംബാംഗത്തിൽ വരുന്ന ഇതിൻ്റെ ശാസ്ത്രീയ നാമം എപ്പിപ്രേംന ക്യൂറിയ എന്നാണ്. ഇതൊരു അലങ്കാര സസ്യമാണ്. ചേമ്പ് വർഗത്തിലാണ് ഇത് ഉൾപ്പെടുന്നത്. സംസ്കൃതത്തിൽ ഇതിനെ ധനവല്ലി എന്നാണ് നാമകരണം ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഉത്തര ഓസ്ട്രേലിയ മുതൽ ഇന്ത്യ, ചൈന, ജപ്പാൻ തുടങ്ങിയ രാജ്യങ്ങളിൽ വരെ ഇത് വളർന്നു കാണപ്പെടുന്നു. ഇതൊരു അധിനിവേശ സസ്യമാണ്. ഇത് വളർന്ന് പന്തലിച്ച് ഇതിനെ നിർമ്മാർജ്ജനം ചെയ്യാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് ഇതിനെ പിശാചുവള്ളി, ഡെവിൾ വൈൻ എന്നൊക്കെ നാമകരണം ചെയ്യപ്പെട്ടിട്ടുണ്ട്. അനുകൂല സാഹചര്യം കിട്ടിയാൽ ഇത് ഒരു 25 മീറ്ററോളം വളർന്നു വലുതാവാറുണ്ട്. ഇതിൻ്റെ പത്രകക്ഷത്തിലുണ്ടാകുന്ന ചെറിയ വേരുകളുടെ സഹായത്തോടെ ഇത് തടികളിൽ മറ്റും പറ്റിപ്പിടിച്ച് വളരാറുണ്ട്. ഇതിൻ്റെ ഇലകൾ ഹൃദയാകാരമാണ്. അഗ്രം കൂർത്തിരിക്കും. പച്ച കലർന്ന വെള്ള നിറത്തോടു കൂടിയിട്ടാണ് ഇതിൻ്റെ ഇലയുടെ നിറം. ഉദ്യാനങ്ങളുടെ ഭംഗി കൂട്ടുവാനായി ഇതൊരു അലങ്കാര സസ്യമായി ഉപയോഗിച്ചു വരുന്നു. അന്തരീക്ഷത്തിലുള്ള വായുവിനെ ശുദ്ധീകരിക്കാനുള്ളൊരു പ്രത്യേക കഴിവ് ഈ മണി പ്ലാന്റിനുണ്ട്. അതുകൊണ്ട് തന്നെയാണ് വീടിൻ്റെ ഉള്ളുകളിൽ ഇത് വയ്ക്കാറുള്ളത്. ഇത് കളർ തെറാപ്പിക്കും ഉപയോഗിച്ചു വരാറുണ്ട്. ഇതിൻ്റെ കൂടുതൽ ഔഷധ പ്രയോഗങ്ങളെക്കുറിച്ച് ഡോക്ടർ CM ശ്രീകൃഷ്ണൻ വിശദീകരിക്കുന്നതാണ്. ഈ മണി പ്ലാന്റ് എല്ലാവരും മണി പ്ലാന്റ് ഈ വീട്ടിലത് വെച്ചാൽ പൈസ ധാരാളം വരുന്ന പറയാം. അതിൻ്റെ ഒരു ശാസ്ത്രീയത എന്താ വെച്ചാൽ ഈ മണി പ്ലാന്റ് വെച്ച് കഴിഞ്ഞാൽ ആ റൂമിൽ ധാരാളം ഓക്സിജൻ ഉണ്ടാവും. ഈ കാർബൺ ഡൈ ഓക്സൈഡിനെ വലിച്ചെടുത്തിട്ട് ധാരാളം ഓക്സിജൻ കൊടുക്കും. അപ്പോൾ മനുഷ്യന് നല്ല ആരോഗ്യം ഉണ്ടാകും, നല്ലോണം പണിയെടുക്കാം. ആ പണിയെടുത്ത് കഴിഞ്ഞാൽ പൈസ വരും. ഇതാണ് അതിൻ്റെ ശാസ്ത്രീയത. പക്ഷേ ഇതിന് ചില ഔഷധങ്ങളുണ്ട്, വലിയ ഇതായിട്ട് ഉപയോഗിക്കുന്നല്ലെങ്കിലും ഇത് ഈ ഓക്സിജൻ ധാരാളം ഉണ്ടാക്കുന്നുണ്ട്. ഈ ലങ് ഡിസീസിൽ ശ്വാസകോശം വികസിക്കാൻ വേണ്ടി ഇതിട്ടിട്ട് പുകച്ച് കഴിഞ്ഞാൽ ഈ ശ്വാസകോശം, അതായത് ഈ കഫക്കെട്ടുള്ള ആൾക്കാർ ഇതിട്ടിട്ട് പുകയേറ്റ് കഴിഞ്ഞാൽ ശ്വാസം മുട്ടിന് കുറച്ച് കുറവുണ്ടാകും. അതുപോലെ തന്നെ ഈ ചില കണ്ടീഷനിൽ ഇതിൻ്റെ ഈ ഇല എടുത്ത് അരച്ചതിൽ നീരെടുത്ത് ലേശം തേനും കൽക്കൊണ്ടൊക്കെ ചേർത്ത് ലേശം കഴിച്ച് കഴിഞ്ഞാൽ ഈ കഫം ഇല്ലാണ്ട് ഇപ്പോൾ കഫം അടിഞ്ഞു കിടക്കുന്ന ഇത് കീഴ്പ്പെട്ട് പോയിട്ട് ലങ്സും ആ തൊണ്ടയൊന്ന് തുറക്കും. അവർ ഈ പാട്ടുകാർക്കൊക്കെ വേണമെങ്കിൽ ഒന്നും കിട്ടിയില്ല ഇതിൻ്റെ ലേശം ഇല ഇങ്ങനെ ഞരണ്ടിയിട്ട് ലേശം കൽക്കണ്ടം ചേർത്ത് കഴിച്ച് കഴിഞ്ഞാൽ തൊണ്ട ഒന്ന് ശുദ്ധാവും.